ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. നമ്മളെല്ലാവരും കുളിക്കുന്ന സമയത്ത് നമ്മൾ സോപ്പൊക്കെ നല്ലോണം തേച്ച് പതപ്പിച്ചിട്ടാണ് നമ്മൾ കുളിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ സോപ്പ് നമുക്ക് പറ്റിയ സോപ്പാണോ? ഇത് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു സോപ്പാണോ? അത് തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? എല്ലാവർക്കും സോപ്പ് നല്ലോണം പതയണം, അതിൽ നിന്ന് സ്മെല്ല് വരണം, നല്ല മണം വെച്ചിട്ട് ചിലർ മണം നോക്കിയിട്ടാണ് സോപ്പ് മേടിക്കുന്നത് തന്നെ. സോ ഇതിന്റെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ സ്കിന്നിന്റെ നേച്ചർ നമ്മൾ തന്നെ തിരിച്ചറിയണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചില സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് പാടിങ്ങനെ വരും. ഓക്കെ, അതിൻ്റെ അർത്ഥം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെന്നാണ്. ഡ്രൈ എന്ന് വെച്ചാൽ നേച്ചർ അങ്ങനെയാണെന്നല്ല, നമ്മുടെ സ്കിൻ ഡ്രൈ ആയി. അപ്പൊ എല്ലാവർക്കും ഒരു സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസർ ആവശ്യമാണ്, ഒരു ക്രീമോ അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും അത് ആവശ്യമാണ്. അപ്പൊ ചില സോപ്പില് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് സോപ്പ് തേച്ച് കുളിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഗ്ലോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല മണം കിട്ടാനോ അതിനു വേണ്ടി മാത്രമല്ല. നമ്മുടെ സ്കിന്നിൽ കുറെ ഡെഡ് സെൽസ് ഉണ്ട്, അതിനെ കളയാനും. ഒബ്വിയസ്ലി ഡെഡ് സെൽസ് കഴിഞ്ഞാൽ പുതിയ സെല്ല് ഒബ്വിയസ്ലി റീജനറേറ്റ് ആവും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി എപ്പോഴും നമ്മുടെ ബോഡി, നമ്മുടെ ഫേസ് ഒക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാതെ ആകുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും അല്ലേ. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഹെൽപ്പ്, അതിനാണ് ഈ സോപ്പ്. സോപ്പിന്റെ ബേസ് എല്ലാ സോപ്പിലും സാധാരണ തന്നെയാണ്. പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. ഡ്രൈ സ്കിന്നുള്ളവരുടെ സോപ്പ് വേറെയാണ്, ഓയിലി സ്കിന്നുള്ളവരുടെ സോപ്പ് വേറെയാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഡവ്, പിയേഴ്സ്, സെറ്റാഫിൽ, പിന്നെ നമ്മുടെ ബയോട്ടിക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, കുറച്ച് വില പിടിച്ച കമ്പനിയാണ്. അതിൽ ആൽമണ്ടിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്, അത് നല്ലതാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ആൽമണ്ടൊക്കെ ബെസ്റ്റാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ആൽമണ്ട് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് 1-2 തുള്ളി മാത്രം തേച്ചാൽ മതി, നല്ല വ്യത്യാസമാണ്. അതേപോലെ ഹിമാലയയുടെ ഹണിയുടെ ഫ്ലേവർ. ഓക്കെ, ഇങ്ങനെ ചില സോപ്പുകളുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഫിയാമയുടെ ഒരു സോപ്പുണ്ട്, അവക്കാഡോ ഫ്ലേവർ, അതും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലതാണ്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് പറ്റിയ സോപ്പ് എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ട്രയൽ നടത്തുകയാണ്, ഞാനത് ഉപയോഗിച്ച് നോക്കട്ടെ, അപ്പോൾ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ഫുള്ള് തേച്ച് നോക്കരുത്. ആദ്യം കയ്യുമ്പോൾ നന്നായിട്ട് തേക്കണം, എന്നിട്ട് നമുക്ക് ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. സോ ഈ സോപ്പുകളൊക്കെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കുള്ള സോപ്പുകളാണ്. ഓയിലി സ്കിൻ ഉള്ളവരുടെ സോപ്പുകൾ ഏതൊക്കെയാണ്? ഈ ചന്ദനം വെച്ചിട്ടുള്ള സോപ്പുകൾ, മുൾട്ടാണി മെട്ടി, വേപ്പിന്റെ സോപ്പുകൾ. ഓക്കെ, വേപ്പ് വെച്ചിട്ടുള്ള സോപ്പുകൾ. അതേമാതിരി നമ്മുടെ ചന്ദ്രികയൊക്കെ ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ തുളസിയുടെ സോപ്പുകൾ, അലോവേറ, ഇതൊക്കെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ സോപ്പുകളൊക്കെയാണ് നല്ലത്. പിന്നെ സോപ്പ് എപ്പോഴും നമ്മുടെ pH ലെവൽ ഉണ്ടാവും എല്ലാ സോപ്പിനും. ആ pH ലെവൽ ബിറ്റ്വീൻ 4 to 6 ആണ് ബെസ്റ്റ്. കാരണം pH ലെവൽ വല്ലാണ്ട് കൂടുതലായാൽ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് കൂടുതലാവും. ഒന്നുകൂടി പറയുന്നു, pH ലെവൽ ഹൈ ആയാൽ അങ്ങനെയുള്ള സോപ്പുകൾ ഉപയോഗിച്ചാൽ എല്ലാ സോപ്പിനും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈ pH ലെവൽ കൂടുന്തോറും നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് കൂടും. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില സോപ്പുകളിൽ SLS എന്നൊരു സാധനം കാണാം, സോഡിയം ലോറേറ്റ്, അങ്ങനെ ഒരു സംഭവം. അത് ഉള്ള സോപ്പുകൾ നല്ലതല്ല, എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുള്ളവർക്ക് അതൊട്ടും നല്ലതല്ല. ഓക്കെ, ഗ്ലിസറിൻ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും കണ്ടൻസ് വെറുതെ ഒന്ന് നോക്കുക. കാരണം ചിലതിനൊക്കെ ഭയങ്കര കെമിക്കലുകളായിരിക്കും. നമ്മൾ വിചാരിക്കും ഭയങ്കര സ്മെല്ലുള്ളത്, ഭയങ്കര ഗ്ലോ ഒക്കെ ഉള്ളത് ഭയങ്കര അടിപൊളിയാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ സോപ്പും ഷവർ ജെല്ല് അല്ലെങ്കിൽ ബോഡി വാഷ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിൽ ഇറങ്ങുന്നുണ്ട്. സോപ്പും ബോഡി വാഷും രണ്ടാണ്. സോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കൂടുതലാണ്, പക്ഷെ ബോഡി വാഷ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും, കുളിക്കാനൊക്കെ നല്ലോണം പതയും. പക്ഷെ അത് അത്രേ ഉള്ളൂ, ലൈക്ക് ഇറ്റ് ഓൺലി റിമൂവ്സ് ദ സർഫസ്. ആ സർഫസിനുള്ള ഡെഡ് സെൽസിനെ മാത്രമേ കളയുള്ളൂ. അതിൽ സിന്തറ്റിക് എക്സ്ഫോളിയന്റ് ഉണ്ട്. അതുകൊണ്ട് ആ സർഫസിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അല്ലാതെ ഡീപ്പായിട്ട് പെനട്രേഷൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിജുവനേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഒരു ക്രീം, അതനുസരിച്ച് നിങ്ങൾ ഈ ക്രീമോ വാട്ടെവർ നിങ്ങളുടെ സ്കിന്നിന്റെ നേച്ചർ അനുസരിച്ച് നിങ്ങളത് ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്, ഞാൻ ഉപയോഗിക്കുന്നത് ഡവ് അല്ലെങ്കിൽ പിയേഴ്സ്. നമ്മൾ പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ സോപ്പ് മാറി ഇങ്ങനെ ചേഞ്ച് ചെയ്യരുത് ഒരിക്കലും. ഡോണ്ട് ചേഞ്ച് ഇറ്റ്.
നമ്മളൊരു സോപ്പ് ആണെങ്കിൽ മാക്സിമം 1-2 ഒരു ഓപ്ഷൻ വെക്കുക. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സോപ്പ് തീർന്നു, പെട്ടെന്ന് ഒരു കടയിൽ പോയി, അപ്പം നമ്മൾ തേച്ചു. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ നേച്ചർ എന്താണോ അതിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഒരിക്കലും മാറി മാറി ഉപയോഗിക്കരുത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മിത്ത് ആൻഡ് ഫാക്ട്. നമ്മളെല്ലാവരും പറയും നല്ലോണം വെള്ളം കുടിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. അത് തെറ്റാണ്. എൻ്റെ ഫാക്ട് എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിച്ചാൽ സ്കിന്നല്ല, നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അത് വളരെ നല്ലതാണ്. പിന്നെ ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്നായിട്ട് കൈയും കാലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകണം, 10 പ്രാവശ്യം കഴുകണം, അങ്ങനെയൊക്കെയാണ്. അതൊരു മിത്താണ്. ഫാക്ട് അതൊന്നുമല്ല. നന്നായിട്ട് മുഖം ഇതൊക്കെ നന്നായിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയാൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ ഒരു ഓയിലുണ്ട്. എല്ലാവരുടെ സ്കിന്നിലുണ്ട്, ഓയിലി സ്കിന്നുള്ളവർക്ക് മാത്രമല്ല. ആ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അത് കൂടും. അല്ലാതെ ഫേസ് കുറേ പ്രാവശ്യം കഴുകിയാൽ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ചിലതൊക്കെ മിത്താണ്, ചിലതൊക്കെ ഫാക്റ്റാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം ചിലർ പറയാറുണ്ട്, ഈ മുഖത്ത് നമ്മളിങ്ങനെ ചിലവരൊക്കെ ഈ ഹോം റെമഡീസ് ഒക്കെ തേക്കാണ്, ഇത് തേച്ചാൽ വളരെ നല്ലതാണ്, അങ്ങനെ ഇങ്ങനെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നമ്മുടെ സ്കിന്നിന്റെ നേച്ചർ അനുസരിച്ചിട്ടുള്ള ഒരു സോപ്പ് നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മുടെ മുഖത്തിനും കൈയിനും കാലിനും എല്ലാ ഭാഗത്തിനും എന്നും ഒരു 5-10 മിനിറ്റോ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ. അത് ആവശ്യമാണ്. നമ്മുടെ മുടി, നമ്മുടെ കൈ, നമ്മുടെ മുഖം, നമ്മുടെ കാല്, എല്ലാ ഭാഗത്തേക്കും നമ്മൾ കുറച്ച് നേരമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ ഫ്ലേവർ നോക്കിയിട്ട് പോകരുത്. ഇത് നല്ല ഫ്ലേവർ ആണ് അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. കാരണം ഇപ്പോഴത്തൊക്കെ കുറേ ഹോം വീട്ടിലുണ്ടാക്കുന്ന കുറേ സോപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഏത് തരത്തിലാണെന്ന് നമുക്ക് അറിയില്ല. സോ ഇതെല്ലാം നോക്കിയിട്ട് ഇനി അത്രയും സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോവുക, സംശയം ചോദിക്കുക. സോ ടേക്ക് കെയർ.